ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സബ്ജക്റ്റാണ്. പക്ഷേ ഇന്ന് വളരെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഞാനിന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാനിത് കുറേ നാളുകളായിട്ട് തന്നെ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സബ്ജക്റ്റുമാണ്. അപ്പം ഇത് നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. കാരണം വെയിറ്റ് കുറഞ്ഞവർക്കും ആഗ്രഹം വെയിറ്റ് കുറയ്ക്കണം, വെയിറ്റ് കൂടിയവർക്കും ആഗ്രഹം വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എന്ത് കഴിച്ചാലും നമുക്ക് വെയിറ്റ് വെക്കുവോ, വെയിറ്റ് കുറയ്ക്കുന്നതാണോ ഇത്, ഇത് നമുക്ക് നമ്മളെ എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യും എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഫുഡ് കഴിക്കുന്നത്. അയ്യോ ഇത് വേണ്ട, ഇത് എനിക്ക് വെയിറ്റ് കൂട്ടും, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ലോസിലാണ്, ഡയറ്റിലാണ്, അപ്പം എനിക്കിത് വേണ്ട, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നാൾ മുമ്പ് എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലൊക്കെ ഞാൻ ഇതുപോലെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലായിരുന്നു. അതിനകത്ത് എനിക്ക് കിട്ടിയ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് ഒരു 20th ഒക്കെ ആയിട്ടാണ്, ഞാൻ അന്ന് എടുക്കണം എന്ന് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ എടുക്കുന്നത്. ഞാനൊരു ഓഗസ്റ്റ് 20th ഒക്കെ ആയപ്പോഴാണ് ഞാൻ കാരണം കുറേ നാൾ മുമ്പ് മുതൽ പ്ലാൻ ചെയ്തിട്ട് എനിവേ കഴിഞ്ഞ വർഷം തന്നെ അത് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 മന്ത്സിലേക്ക് ആ ഒരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മന്ത് മാത്രമേ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ പറയണം നമ്മൾ. എൻ്റെ വെയിറ്റ് ഫോർ മെനി ഇയേഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 15 വർഷത്തിന് കൂടുതലായിട്ട് എൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 85 kg ആണ്. അത് കൂടത്തില്ല കുറയത്തില്ല, ആ ഒരു രീതിയിൽ തന്നെ എത്രയോ നാളായിട്ട് നിൽക്കുന്ന വെയിറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചത്, നേരത്തെയൊക്കെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ എങ്കിലും എടുത്ത് വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. കാരണം നമുക്ക് പല ഡ്രസ്സുകളും, നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ഈ വയറിൻ്റെ സൈഡിൽ നമുക്ക് പല ഡ്രസ്സുകളും ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. ഓവറോൾ വണ്ണം ഉള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ അല്ലാതെ നമ്മൾ ഈ വയറ് മാത്രം ഭയങ്കര വണ്ണം, ചില ഭാഗത്തായിരിക്കുമല്ലോ നമുക്ക് വണ്ണം കൂടുതൽ. അപ്പം അതൊരു ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ഓർത്തു. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി അതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും മിനിമം എടുക്കും, എന്നാലും വേണ്ടുകയില്ല, നമുക്ക് അത് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് വെച്ച വെയിറ്റ് ആണല്ലോ ഇത്രയും. അപ്പം അത് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ എനിവേ ഒരു ഡയറ്റ് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും നമ്മുടെ കേരള ഫുഡ് ഒരിക്കലും എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡാണ് ഓട്സ്. അപ്പോൾ ഓട്സ് ഒന്നും കഴിക്കാൻ എനിക്ക് പറ്റില്ല. എങ്ങനെ ഏത് ഫോമിലാണെങ്കിലും എനിക്ക് ഓട്സ് കഴിക്കാൻ പറ്റില്ല. എനിക്ക് എന്നിട്ട് നമ്മുടെ കറികളെല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേല് ക്വാണ്ടിറ്റി കുറയ്ക്കുക, ആ ഒരു രീതിയിൽ ഒരു ഡയറ്റ്. അതായത് നമ്മൾ പറയല്ലോ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കണം, പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണം, പിന്നെ ഫ്രൈഡ് സാധനങ്ങൾ കുറയ്ക്കണം, അങ്ങനത്തെയൊക്കെ പറയില്ല, ആ രീതിയിൽ ചെയ്യാം. ഒരു ചെറിയ രീതിയിൽ അതായത് പോർഷൻ കൺട്രോൾ ചെയ്യുക, പക്ഷേ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുക, ആ രീതിയിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഒരു 1 ഇയർ കൊണ്ട് കുറയ്ക്കാം എന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാരണം ഇത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറയാനുണ്ട്, എന്നാലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത് ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ചിലർ പറയും വെള്ളം കുടിച്ചാൽ മതി, വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഡയറ്റ്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ പട്ടിണി കിടന്ന്. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഉടനെ തലവേദന എടുക്കും. ഫുഡ് കറക്റ്റായിട്ട് എനിക്ക് കഴിക്കണം. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ചോറ് കഴിക്കാതിരിക്കുക, ചോറ് ഓക്കെ നമുക്ക് കഴിക്കാതിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോഴും ഞാൻ നോക്കിയിട്ട് എനിക്കത് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ പോർഷൻ കൺട്രോൾ ചെയ്യുന്ന അത് ഓക്കെ, അതെനിക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. ഇപ്പം നമ്മൾ 3 ദോശ കഴിക്കുവാണെങ്കിൽ 2 ദോശയാക്കുക, 1 ദോശയാക്കുക, അതൊക്കെ നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വലിയ മാറ്റത്തോടു കൂടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കില്ല. അപ്പം എന്നെപ്പോലെ ആയിരിക്കുമല്ലോ മിക്കവാറും എല്ലാ അമ്മമാരും. കാരണം നമ്മൾ ഇത്രയും നാളും ഫോളോ ചെയ്ത സിസ്റ്റം ടോട്ടലി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കണം, ഭയങ്കരമായിട്ട് അങ്ങ് സഫർ ചെയ്ത് ഡയറ്റ് ചെയ്യണം, അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ ഞാൻ റെഡിയല്ല. അത് പല ചാനലിലും ഞാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ അപ്പം ഞാൻ ഇതിൽ നിന്നെല്ലാം ഞാൻ എനിക്കായിട്ട് തന്നെ ഒരു ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് ഇഷ്ടമുള്ളത് കഴിക്കുക, കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുക. അപ്പം നമുക്കത് പതുക്കെ പതുക്കെ അങ്ങനെ വരുന്തോറും
നമുക്ക് ആ ഒരു വെയിറ്റ് കുറയാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ ഫസ്റ്റ് തന്നെ പോർഷൻ കൺട്രോൾ ചെയ്തു. നേരത്തെ നമ്മളിപ്പോൾ കൂടുതൽ ഇപ്പം 2 ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ 1 ചപ്പാത്തി കഴിക്കാം. കൂടുതൽ കറി കഴിക്കുക രാവിലെ. പിന്നെ വിശക്കാതിരിക്കുന്ന പോലെ കറി കൂടുതൽ കഴിക്കുക. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്ര പോർഷൻ കഴിച്ചാൽ ഓക്കെ ആവും അത്രയും നമ്മൾ കഴിക്കുക. എന്തായാലും നമ്മൾ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ആ കഴിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുക. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് മധുരം ടോട്ടലി നിർത്തുക. മധുരം ടോട്ടലി നിർത്താൻ പറയുമ്പം ആക്ച്വലി എനിക്കതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. കാരണം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. എന്നാലും ഞാൻ മധുരം ഇടയ്ക്ക് കഴിക്കും. ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധുരം കുറയ്ക്കുക. മധുരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചത് 2-3 ടൈപ്പ് ഫ്രൂട്ട്സ്. അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഏതൊക്കെ ഫുഡാണ് കഴിച്ചത്, ഏതൊക്കെ ഒഴിവാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യുക. 2 മധുരം സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പകുതിയുടെ താഴെ കൊണ്ടുവരിക. ഇപ്പോൾ 100 കഴിക്കുവാണെങ്കിൽ ഇനി ഒരു 25 കഴിച്ചാൽ മതി. അത്രയും രീതിയിൽ കുറയ്ക്കുക. പിന്നെ വെള്ളം നല്ലതായിട്ട് കുടിക്കുക. അതായത് ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുക ഒരു ദിവസം. ഈ 3 കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഓരോ ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും നമുക്കത് ബുദ്ധിമുട്ടില്ലാതായിക്കോളും. പിന്നെ 4മത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ വൈകിട്ട് കഴിക്കുന്നില്ലായിരുന്നു. വൈകിട്ട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ എനിക്ക് അതായത് ഈ ഡയറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫുഡ് കഴിക്കണം. രാത്രിയിൽ അങ്ങനെ ഹെവി ഫുഡ് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ അങ്ങനെ വലിയ ഫുഡ് കഴിക്കാൻ പോകാറില്ല. പിന്നെ ഫാമിലിയായിട്ട് നമ്മൾ പുറത്ത് പോകുന്നു അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസങ്ങളിൽ നമ്മളിവിടെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതെനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം വൈകിട്ട് കഴിക്കാതിരിക്കുക. അതായത് നമ്മളൊരു 5 മണിക്കുള്ള. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഫുഡിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ പ്ലസ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും കൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വൈകിട്ടത്തെ ഫുഡും കഴിക്കുന്നില്ല, 5 മണിക്കുള്ളിൽ നമ്മുടെ എല്ലാ ഫുഡും കഴിച്ചു തീർക്കുക. പിന്നെ പോർഷൻ കൺട്രോള്, അതുപോലെ ഷുഗർ ഒഴിവാക്കുക, വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു മാസം എനിക്ക് 5 കിലോ കുറഞ്ഞു. ആ ഒരു 5 കിലോ കുറഞ്ഞു. ഓരോ ദിവസങ്ങളും ഞാനിങ്ങനെ ചെക്ക് ചെയ്യുക. അതായത് വെയിറ്റ് നോക്കുന്നതല്ല, എനിക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ വയറിൻ്റെ വണ്ണം കുറയുന്നത് നമുക്കറിയാം. കാരണം നമ്മൾ പല ഡ്രസ്സ് ഇടുമ്പോഴും അല്ലെങ്കിൽ വയറിങ്ങനെ മുന്നോട്ട് നിൽക്കുവാണെങ്കിൽ അതിങ്ങനെ ഒതുങ്ങി വരുന്ന പോലെ നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു വർക്കൗട്ടും അതിനകത്ത് വന്നിട്ടില്ല. ഞാൻ റെഗുലറായിട്ട് നേരത്തെ നടക്കാൻ പോകുന്ന ഒരാൾ ഈ ഒരു ഡയറ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് പനി, ക്ഷീണം ഒക്കെ വന്നപ്പോഴത്തേന് അതിനോടുള്ളൊരു താല്പര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ എനിവേ ഞാൻ ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു. അധികം ഒന്നും നടക്കാനൊന്നും പോയില്ല. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു മാസത്തെ ഡയറ്റിൽ 2 ആഴ്ച കഷ്ടിച്ച് നടന്ന് കാണും. അതിൽ കൂടുതലൊന്നും ഞാൻ ഭയങ്കര സിവിയറായിട്ട് വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇത്രയും മാത്രം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് വന്നു. റിയലി 5 kg എനിക്ക് കുറഞ്ഞു ഒരു മാസം കൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 മാസം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ എനിക്ക് ഒരു മാസം ചെയ്യാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കുറേ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫുൾ 90 ഡേയ്സിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ആ ഫസ്റ്റ് മന്ത് കുറച്ചത് അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമുക്ക് ആ വെയിറ്റ് 80ക്കുള്ളിലാണ് നിൽക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു 3 മന്ത്സ് കൊണ്ട് വെയിറ്റ് ഒരു 7 kg കുറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോഴും 77, 78, 79 ആ ഒരു വെയിറ്റിൽ തന്നെ നിൽക്കുന്നത്. അപ്പം ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസം നമ്മൾ ഇതേപോലെ ഫുഡിൻ്റെ കാര്യത്തിലൊരു കൺട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 കിലോ ഉറപ്പായിട്ടും കുറയും. അപ്പം ഞാൻ പറയുന്ന വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഒരാളെയും കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഡയറ്റ് പ്ലാൻ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു. കാരണം എനിക്ക് എനിക്കിപ്പം എനിക്ക് എന്താ പറയുക, നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ കഴിക്കണം, അല്ലാതെ ചപ്പാത്തി മാത്രം അങ്ങനെയുള്ള ഒന്നുമല്ല. അപ്പം ഇത് എന്ത് പ്ലാനിലാണ് ഞാൻ ചെയ്തതെന്നുള്ള ആ പ്ലാൻ വേണം ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഇടാം. കാരണം ഞാൻ എന്തോ കഴിച്ചു, എന്തൊക്കെ വേണ്ടെന്ന് വെച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അല്ലാതെ നമ്മൾ ജനറലി നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ ഞാൻ കഴിച്ചു. നമ്മുടെ മീൻകറി അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ അങ്ങനത്തെ എല്ലാം കഴിച്ചു. ദോശ, ചപ്പാത്തി അങ്ങനത്തെ എല്ലാം കഴിച്ചു. പിന്നെ ചില സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കണം. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ള ഒഴിവാക്കുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരെങ്കിലും
ഈ പുതിയ വർഷം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടിരിക്കുവാണ്. മേ ബി ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഈ വർഷത്തെ. ആക്ച്വലി ഇത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. കാരണം ന്യൂ ഇയറിൽ ഒരു പുതിയൊരു ഒരു വഴിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ തക്കുന്ന ഒരു മോട്ടിവേഷൻ അത്രേ ഉള്ളൂ. അപ്പം ആരെങ്കിലും ഇങ്ങനെ ഒരു വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതെങ്ങനെ ചെയ്യും, അതിനൊരു മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെടും. കാരണം ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മൂന്നല്ല 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൺട്രോൾ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്തായാലും നമ്മളൊരു എഫേർട്ട് ഇല്ലാതെ നമുക്കൊരു കാര്യം ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കാര്യത്തിനും നമ്മളൊരു എഫേർട്ട് ഇടില്ല. അപ്പം നമ്മുടെ ഒരു ബോഡി ഒന്ന് ഷേപ്പായിട്ട് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്ലാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല. അപ്പം ഇത് നിങ്ങൾക്കൊരു കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ഡെഫിനറ്റ്ലി 1 മന്ത് കൊണ്ട് 5 kg കുറയും. ശരിക്കും എനിക്കത് ഭയങ്കര ഒരു മിറക്കിളായിരുന്നു. കാരണം ഇത്രയും വർഷമായിട്ടുള്ളൊരു വെയിറ്റ് എങ്ങനെ ഇത്രയും വേഗം 5 kg കുറഞ്ഞു എന്ന്, വിത്തൗട്ട് എനി വർക്കൗട്ട് ആൻഡ് എക്സസൈസ്. അപ്പം അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഡയറ്റിലുണ്ടായിരുന്നത്, ഈസി ആയിട്ട് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം, അതെ ആ ഒരു രീതിയിലുള്ള ഒരു പ്ലാൻ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ അടുത്ത നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വീഡിയോസ്, അതായത് മോട്ടിവേഷൻ കിട്ടുന്ന വീഡിയോസ്, അമ്മമാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ തോന്നും. ഒരുപാട് സബ്ജക്ട്സ് ആലോചിച്ച് വെക്കുമ്പോഴും ഏത് വേണം എന്നുള്ള ഡൗട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കമൻ്റ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിട്ട് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.